ഹായ് നമസ്കാരം കൂട്ടുകാരെ, ജയറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എൻ്റെ പേര് റേനി. ഇതിനു മുമ്പേ ഞാൻ കുറേ വീഡിയോകളൊക്കെ ഇട്ടു, നിങ്ങളൊക്കെ കണ്ടു, എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന ഒരു പാവയ്ക്ക കറിയാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെങ്കിൽ എൻ്റെ ചാനലിന് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ബെൽ ബട്ടനൂടെ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ, മറക്കല്ലേ കൂട്ടുകാരെ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക കൊണ്ട് ഊണിന് പറ്റിയ ഒരു കറിയാണ്. ഞാനിവിടെ 2 പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് നന്നായി കഴുകി കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ റൗണ്ടിലാണ് ഞാനിങ്ങനെ അരിഞ്ഞു വെച്ചിരുന്നത്. ഞാൻ ഇതിലേക്ക് ഉപ്പിടാൻ പോകുന്നു. ഇതിപ്പോൾ കൈകൊണ്ട് തന്നെ ഇങ്ങനെ ഉപ്പ് തിരുമ്മി വെക്കുകയാണ്. ഞാൻ ഇനി ഈ പാവയ്ക്ക റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നില്ല. ഞാനിപ്പോൾ ഇത് നേരിട്ട് തന്നെ വറുത്തെടുക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും ഇത് വറക്കാൻ വേണ്ടി ഞാൻ ഈ പാനിൽ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ ഇനി പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. നമ്മളിപ്പോൾ പാവയ്ക്ക ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതിൻ്റെ കുറച്ച് കയ്പ്പ് മാറി കിട്ടും. നമ്മളിങ്ങനെ ഉപ്പൊക്കെ ഇട്ട് വെച്ചാൽ കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നീരിറങ്ങിയിട്ട് അതിൻ്റെ ഗുണമൊക്കെ പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ നേരിട്ട് ഇത് വറക്കാൻ തുടങ്ങിയത്. നമ്മൾ പാവയ്ക്ക ഒത്തിരി ഫ്രൈ ചെയ്തെടുക്കണ്ട, ഒത്തിരി അങ്ങ് മൂക്കുന്നിടം വരെ ഫ്രൈ ചെയ്തെടുക്കണ്ട. ഇപ്പോൾ തന്നെ ഇത് ഏകദേശം ഫ്രൈ ആയി. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുന്നു. എനിക്ക് തോന്നുന്നു ഒത്തിരി ഫ്രൈ ആയാൽ ഇതിന് ടേസ്റ്റ് കുറയും. ഇച്ചിരി നമുക്ക് കറിയൊക്കെ വെക്കുമ്പോൾ ഒന്ന് കടിക്കുവാൻ ഇത് വേണം. ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് ഇത് കോരിയെടുക്കുകയാണ്. കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/4 ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉലുവ ഒന്ന് നല്ലതായിട്ട് ചെറുതായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിക്കോട്ടെ. അതിനുശേഷം ഇനി ഞാൻ 3 പച്ചമുളക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പം പച്ചമുളകിൻ്റെ നിറമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിടാൻ പോവുകയാണ്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാനൊരു മിക്സിയുടെ ജാർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1/2 കപ്പ് അളവിൽ ഒരു തേങ്ങ ചിരകിയത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ എന്താണ്ട് ഇതുപോലെ ഇത്രയും പുളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നു. നമ്മൾ മുമ്പേ വറുത്ത് വെച്ച ഉലുവായും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇടുന്നു. എന്നിട്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഞാനിത് അരയ്ക്കാൻ പോവുകയാണ്. ഈ തേങ്ങയൊക്കെ നല്ലവണ്ണം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ഞാനൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ വെളിച്ചെണ്ണയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. ഞാൻ ഇനിയിപ്പോൾ ഡയറക്റ്റായിട്ട് തന്നെ ഈ തേങ്ങ അരച്ചത് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. ഒത്തിരി തിക്നെസ് കൂടുതലാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതിൻ്റെ കൊഴുപ്പ് മാറ്റാം. ഇപ്പോൾ ഈ അരപ്പ് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഈ വറുത്ത് വെച്ച പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒത്തിരി കിടന്നൊന്നും വേവേണ്ട, ഒരു 2 മിനിറ്റ് കൂടെ വെന്താൽ മതി. കറി ഇപ്പം നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇനി സ്റ്റൗ ഓഫ് ചെയ്തിടാൻ പോവുകയാണ്.
ഇനി ഞാൻ അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനിനി 1 സ്പൂൺ അളവിൽ കടുക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ കടുവൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1 സ്പൂൺ അളവിൽ ചെറിയ ഉള്ളി അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് ചുമന്ന് വരാനുണ്ട്, ചെറുതായിട്ടൊന്ന് ചുമക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കണം. ഞാനിനി വറ്റൽമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ പാവയ്ക്ക കറിയിലേക്ക് ഇത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു. ഇവിടെ അങ്ങനെ ചോറിനുള്ള കറി റെഡി ആയിരിക്കുന്നു. നിങ്ങളിത് ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ഈ വീഡിയോയ്ക്ക് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.